600 കോടി ബജറ്റിൽ ഒരുങ്ങിയ ഒരു സിനിമയ്ക്ക് ലാഭം കിട്ടണമെങ്കിൽ എത്ര കോടി കളക്ഷൻ കിട്ടണം? ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കനുസരിച്ച് ഒരു സിനിമയ്ക്ക് കിട്ടിയ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ 45 മുതൽ 50% വരെ മാത്രമേ പ്രൊഡ്യൂസർക്ക് കിട്ടൂ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 600 കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ കൽക്കി 2898 AD ലാഭത്തിലാകണമെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി മിനിമം 1200 കോടിയെങ്കിലും കിട്ടേണ്ടി വരും. ഇപ്പോഴിത് വമ്പൻ താരനിരയിൽ ജൂൺ 27 പ്രദർശനത്തിനെത്താൻ പോകുന്ന കൽക്കിയുടെ പ്രീസെയിൽ ബിസിനസ് 100 കോടിയിലേക്ക് എത്താൻ പോകുന്നുവെന്നാണ് ട്രാക്കർമാർ നൽകുന്ന വിവരം. ട്രാക്കിംഗ് സൈറ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 2 ദിവസത്തിനകം 6 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം വിറ്റുപോയത്. 20 കോടിയോളം രൂപയാണ് കൽക്കി 2898 ADക്ക് ഈ കണക്കിൽ പ്രീ സെയിലായി ലഭിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമായും തെലുങ്ക് പതിപ്പിലാണ് സിനിമയ്ക്ക് കൂടുതൽ ബുക്കിംഗ്. 5 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് തെലുങ്ക് പതിപ്പിൽ നിന്ന് മാത്രമായി ഇതുവരെ വിറ്റുപോയത്. ഹിന്ദി പതിപ്പിൽ നിന്ന് 60,000-ഓളം ടിക്കറ്റുകൾ അഡ്വാൻസ് ബുക്കിംഗ് വഴി വിറ്റുപോയിട്ടുണ്ട്. തെലുങ്കിലും ഹിന്ദിക്കും പുറമെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലായി ഇന്ത്യയിലാകെ 9346 ആദ്യദിന ഷോകളാണ് ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 210 IMAX സ്ക്രീനുകളാണ് കൽക്കി പ്രദർശിപ്പിക്കുന്നത്. ഇത്രയധികം IMAX സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി 2898 AD. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ വിദേശത്തും വൻ കുതിപ്പാണ് കൽക്കി നേടിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ റെക്കോർഡ് മുന്നേറ്റമാണ് പ്രീസെയിൽ കളക്ഷനിൽ കൽക്കിയുടേത്. പ്രഭാസിൻ്റെ മുൻ ചിത്രമായ സലാറിൻ്റെ കളക്ഷനാണ് കൽക്കി പഴങ്കഥയാക്കിയത്. ഇതിനകം 1,25,000 ടിക്കറ്റുകളാണ് നോർത്ത് അമേരിക്കയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം വിറ്റഴിഞ്ഞത്. ഇതിലൂടെ 25 കോടിയിലധികം രൂപ കളക്ഷനായി കൽക്കി 2898 AD നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂൺ 26-നാണ് വിദേശ രാജ്യങ്ങളിൽ കൽക്കിയുടെ പ്രീമിയർ ഷോ. അതിനിടെ സിനിമയുമായി ബന്ധപ്പെട്ട 2 മുട്ടൻ പണികളും പ്രേക്ഷകർക്ക് കിട്ടി. ഒന്നാമത്തെ പണി പ്രഭാസ് നായകനായ കൽക്കി 2898 ADക്ക് പകരം തെലുങ്ക് താരം രാജശേഖർ നായകനായി എത്തിയ 2019 തെലുങ്ക് ചിത്രം കൽക്കിയുടെ റീ റിലീസ് ടിക്കറ്റുകൾ പ്രേക്ഷകർ ബുക്ക് ചെയ്തതാണ്. കൽക്കി 2898 ADക്കൊപ്പം പഴയ കൽക്കിയും ബുക്ക് മൈ ഷോയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. ഇതോടെ റീ റിലീസിനെത്തിയ സിനിമയുടെ 6ലധികം ഷോകളാണ് ഹൗസ്ഫുൾ ആയത്. രണ്ടാമത്തെ പണി തെലങ്കാന സർക്കാർ സംസ്ഥാനത്ത് റിലീസ് ചെയ്ത് ആദ്യ 8 ദിവസത്തേക്ക് കൽക്കിയുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതാണ്. സാധാരണ സിംഗിൾ സ്ക്രീനുകൾക്ക് 70 രൂപ വരെയും മൾട്ടിപ്ലക്സുകൾക്ക് 100 രൂപ വരെയും നിലവിലെ ടിക്കറ്റ് നിരക്കിനൊപ്പം അധിക തുകയായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ അനുമതി നൽകിയത്. വ്യാഴാഴ്ച റിലീസ് ദിവസം കൂടുതൽ ഷോകൾ പ്രദർശിപ്പിക്കാനും തെലങ്കാന സർക്കാരിൻ്റെ അനുമതിയുണ്ട്. എന്നാൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടിയത് ആരാധകർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയെന്നാണ് വിവരം. അതേസമയം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റുള്ള സിനിമ എന്ന ടാഗ്ലൈനോടെയാണ് കൽക്കി പ്രദർശനത്തിനെത്തുന്നത്. തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ നാഗ് അശ്വിൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പ്രഭാസിനെ കൂടാതെ ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ദിശ പട്ടാനി, മലയാളി താരങ്ങളായ ശോഭന, അന്നാബൻ എന്നിവരും അണിനിരക്കുന്നുണ്ട്. വിഷ്വൽ എഫക്റ്റ് കൊണ്ട് കെട്ടിപ്പടുത്ത പുതിയൊരു പ്രപഞ്ചമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന ട്രെയിലർ കൽക്കിയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ടെങ്കിലും ട്രെയിലറിലെ ഷോ സ്റ്റീലർ കഥാപാത്രം കമൽ ഹാസനായിരുന്നു. പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്ത് ഞെട്ടിക്കുന്ന മേക്കോവറിലാണ് ഉലകനായകൻ ട്രെയിലറിൽ എത്തിയത്. സിനിമയിലെ വില്ലൻ കഥാപാത്രമായിരിക്കും താരം ചെയ്യുകയെന്നാണ് വിവരം. മിതോളജിയും സയൻസ് ഫിക്ഷനും കൂടിച്ചേരുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന കൽക്കി 2898 ADയുടെ പുത്തൻ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണ് സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. എന്തായാലും ജൂൺ 27 കണ്ടറിയണം ആ വലിയ VFX ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.